ഹലോ ഡിയേഴ്സ്. അപ്പൊ ഒരുപാട് പേര് അതിനകത്തെ ചോദിക്കുന്ന ഒരു കാര്യമാണ് +2 ഇത്തവണ പാസ് പെർസെന്റേജ് എങ്ങനെയായിരിക്കും, അതിനകത്ത് വാല്യുവേഷൻ ലിബറൽ ആണോ, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ പലർക്കുമുള്ള ഒരു സംശയമാണ് ഇനിയിപ്പം അതിനകത്ത് മന്ത്രിസഭാ കാര്യങ്ങളൊക്കെ മാറിയത് കൊണ്ട് നേരത്തെ പറഞ്ഞിരുന്ന മെയ് 22 തന്നെ റിസൾട്ട് വരുമോ എന്നുള്ള ഒരു കാര്യം. കാരണം വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കും ഇതിന്റെ കാര്യങ്ങളൊക്കെ അതിനകത്ത് പലപ്പോഴും പൊതുവെ അനൗൺസ് ചെയ്യാറുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടൊക്കെ അതിനകത്ത് ഡിലേ വരുമോ എന്നുള്ള ഒരു കാര്യമൊക്കെ അതിനകത്ത് പലരും ചോദിക്കുന്നുണ്ട്. സോ അതിലോട്ടൊക്കെ നമുക്ക് വരാം. അതിനുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നോക്കൂ നിങ്ങൾ. ഞാൻ നിങ്ങൾക്ക് ആദ്യം ഒരു ഡാറ്റ ഇവിടെ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ 2023-ലെയും 24-ലെയും 25-ലെയും റീസെന്റ് ഡാറ്റ കൂടി ഞാൻ കമ്പയർ ചെയ്യാം. എന്നിട്ട് അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഏകദേശം എത്രത്തോളം അതിനകത്ത് 2026 എന്തൊക്കെയാണ് ഇതിനകത്ത് എന്നുള്ളത്. സോ 2020 നോക്കൂ നിങ്ങൾ, 88.62%. അപ്പൊ പൊതുവെ ഓരോ വർഷത്തെയും അതിനകത്തെ പെർസെന്റേജ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. പൊതുവെ ഒരു 2 ലക്ഷം ഒക്കെ സ്റ്റുഡൻസ് ആണ് സയൻസ് സ്ട്രീമിൽ. ഇപ്പം 2024 ആണെങ്കിലും 25, 26 വർഷങ്ങൾ, ഇപ്പൊ 26 ആണെങ്കിലും ഒക്കെ ഒരു 2 ലാഖിന് അറൌണ്ട് ആണ് സ്റ്റുഡൻസ് എന്ത് ചെയ്തിട്ടുള്ളത്, സയൻസ് സ്ട്രീമിന് അപ്പിയർ ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ അതിൽ 2024-ലെയും 5-ലെയും ഡാറ്റ ഞാൻ കാണിക്കാം. അപ്പൊ നിങ്ങൾ നോക്കുക, പൊതുവെ ഒരു അറ്റൻഡ് ചെയ്യുന്ന സ്റ്റുഡൻസിൽ നിന്നും 2020 നോക്കൂ 88.62% പാസ് റേറ്റ് ഉണ്ടായിരുന്നു. 2021 വന്നപ്പോൾ അത് 90.52 മാറി. 2022 കാരണം ഭയങ്കര കൂടുതൽ പേർ പാസ്സായി. വളരെ ഒരു ജസ്റ്റ് 10% താഴെ പേര് മാത്രമേ അതിനകത്ത് എന്ത് ചെയ്യുന്നുള്ളൂ 2021-ലും 22-ലും ഫെയിൽ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എന്തായിരുന്നു, ഫോക്കസ് ഏരിയ ആയിരുന്നു, കുറഞ്ഞ പോർഷൻസ് മാത്രം പഠിക്കാനും അതുപോലെ തന്നെ കൊറോണയുടെ ആ ഒരു സംഭവം കാരണം അതിനകത്തെ പാസ് പെർസെന്റേജ് ഭയങ്കര ഹൈ ആയിരുന്നു. അപ്പം ഇതിനകത്തെ ഇനി ഞാൻ 2025-ലെ അപ്പൊ 2020, 21, 22 നിങ്ങൾ മനസ്സിലാക്കിയല്ലോ. ഏകദേശം നമ്മളൊരു 2 ലാഖ് സ്റ്റുഡൻസ് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു 88% അല്ലെങ്കിൽ 90% പേരും എന്തായി, പാസ്സായിരുന്നു എന്നുള്ളതാണ് 21-ലും 22-ലും ഒക്കെ. ഇനി 25-ലോട്ട് വരുമ്പം 25-ൽ എന്ത് സംഭവിച്ചു എന്ന് നോക്കാം. അതിന്റെ ഡാറ്റ ഞാൻ കാണിക്കുന്നുണ്ട്. അതിന് മുന്നേ 25-ലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. 26-ൽ നിങ്ങൾ എഴുതിയത് അതിലോട്ട് ഞാൻ വരാം. അതിന് മുന്നേ നമുക്ക് 2026-ഉമായിട്ട് ഞാൻ കമ്പയർ ചെയ്യാം. 25-ൽ നോക്കൂ നിങ്ങൾ, ഫിസിക്സ് നിങ്ങളെ അതിനകത്ത് 25-ലെ അത്യാവശ്യം കുറച്ച് ഒന്ന് ടഫായിരുന്നു. നിങ്ങൾ 2026-ലെ ഫിസിക്സ് വെച്ച് നോക്കുമ്പോൾ 2025-ൽ കുറച്ച് ഒന്ന് ടഫായിരുന്നു. കെമിസ്ട്രി വളരെ അതിനകത്തെ അത്യാവശ്യം തന്നെ ഡിഫിക്കൽട്ട് ആയിരുന്നു, ടഫ് ആയിട്ടുള്ള ഒരു പേപ്പർ ആയിരുന്നു 2025-ൽ. ഒരുപാട് പേര് അതിനകത്ത് A+ നഷ്ടപ്പെട്ട ഒരു കെമിസ്ട്രിയെ നഷ്ടപ്പെട്ട ഒരു വർഷമായിരുന്നു 2025. പക്ഷെ 2026-ലെ കെമിസ്ട്രി നിങ്ങൾക്ക് അറിയാലോ, വളരെ സിമ്പിൾ ആയിരുന്നു, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഒരുപാട് A+കൾ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു കാര്യമാണ്. ഫിസിക്സ് ആ ഒരു ലെവലിൽ തന്നെ സ്റ്റാൻഡേർഡ് ആയിരുന്നു. ഫിസിക്സ് വലിയ ഒരു രീതിയിൽ 2025-ൽ നോക്കുമ്പോൾ ചെറിയ രീതിയിൽ എളുപ്പം തന്നെയായിരുന്നു ഫിസിക്സ്. കെമിസ്ട്രിയും വളരെ ഈസി ആയിരുന്നു 2026-ൽ. 2025-ൽ വളരെ ടഫ് ആയിരുന്നു. മാത്സ് വളരെ ഈസി ആയിരുന്നു 2025-ൽ. പക്ഷേ നമുക്കറിയാം മാത്സ് 2026-ൽ എന്താണ്, അതിനകത്ത് A+ ഒക്കെ കുറയാനുള്ള സാധ്യതയുണ്ട്. ടഫ് ആയിരുന്നു. പക്ഷേ പാസ്സാകാനുള്ള കാര്യങ്ങൾ, മാട്രിക്സ് അല്ലെങ്കിൽ LPP അല്ലെങ്കിൽ വെക്ടേഴ്സ്, 3D ഒക്കെ അതിനകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ അത് പാസ് മാർക്കിന് നമ്മൾ നോക്കുമ്പോൾ പെർസെന്റേജിൽ വലിയ മാറ്റം മാത്സിന്റെ കാര്യത്തിൽ വരാൻ സാധ്യതയില്ല. കാരണം സാധാരണ പോലെ തന്നെയായിരുന്നു പാസ് മാർക്കിന് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അതിൽ സാധാരണ പോലെ ഉണ്ടായിരുന്നു. ബയോളജി ആകുമ്പോൾ 2025-ൽ ബോട്ടണി അത്യാവശ്യം ടഫ് ആയിരുന്നു. പക്ഷെ സുവോളജി വളരെ സിമ്പിൾ ആയിരുന്നു. ഇത്തവണയും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എന്നിരുന്നാലും 2025-നെ നോക്കുമ്പോൾ ബയോളജിയും ഇത്തവണ കുറച്ച് എളുപ്പമായിരുന്നു എന്നുള്ളതാണ്. സോ അങ്ങനെ നോക്കുമ്പോൾ ഞാൻ ഇതിനകത്തെ അപ്പൊ നിങ്ങളോട് ഞാൻ രണ്ടുകൂടി കമ്പയർ ചെയ്യുമ്പോൾ 2025-നേക്കാളും കുറച്ചുകൂടി എന്തായിരുന്നു, എളുപ്പമായിരുന്നു നമ്മുടെ 2026. അതിപ്പം ഫിസിക്സ് ആണെങ്കിലും കെമിസ്ട്രി ആണെങ്കിലും പാസ് മാർക്കിന് വേണ്ടിയിട്ട് മാത്സ് ആണെങ്കിലും ബയോളജി ആണെങ്കിലും ഒക്കെ. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് നോക്കൂ നിങ്ങൾ. ഇനി കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. നോക്കൂ നിങ്ങൾ, ഇവിടെ 2023-ല് 87%. അപ്പം എറൗണ്ട് പൊതുവെ ഞാൻ പറഞ്ഞു ഒരു 2 ലാഖ് സ്റ്റുഡൻസ് ഒക്കെയാണ് സയൻസ് സ്ട്രീം ഉണ്ടാകാറുള്ളത്. അപ്പൊ അതിന്റെ 87% നിങ്ങൾ നോക്കൂ. അതുപോലെ 2024-ൽ 84%. അപ്പൊ ഇവിടെ കുറച്ച് കുറഞ്ഞു. കാരണം 2024-ലൊക്കെ എക്സാമിന്റെ ഒരു സ്റ്റാൻഡേർഡ് കുറച്ച് കൂടുന്നതുകൊണ്ട് പെർസെന്റേജ് കുറഞ്ഞതായിട്ട് കാണാൻ സാധിക്കും. അതായത് പാസ് ആയവരുടെ പെർസെന്റേജ് കുറഞ്ഞു, അതായത് ഫെയിൽ ആയവരുടെ പെർസെന്റേജ് കൂടി എന്നുള്ളത്. അപ്പൊ ഒരു 16% 2025-ൽ എന്തായിട്ടുണ്ട്, ഫെയിൽ ആയിട്ടുണ്ട്. 2025-ൽ ഞാൻ പറഞ്ഞല്ലോ കെമിസ്ട്രി വളരെ ടഫായിരുന്നു, ഒരുപാട് പേര് കെമിസ്ട്രിയിൽ ഫെയിൽ ആയി. അതുകൊണ്ടാണ് ആ പെർസെന്റേജ് കുറഞ്ഞത്. അപ്പൊ 2023-ൽ പക്ഷേ 87 ഉണ്ട്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ 2026-ല് അറൗണ്ട് ഒരു ഈ ഒരു 2025-നേക്കാളും കൂടാനാണ് സാധ്യത. അതായത് പാസ് ആകുന്നവരുടെ എണ്ണം കൂടും, തോൽവി കുറയാനാണ് സാധ്യത. അപ്പം 2025-ൽ
A+ ആ ഒരു ലെവലിൽ തന്നെ നിൽക്കുന്ന റേഞ്ചൊക്കെ ആ രീതിയിൽ തന്നെയായിരിക്കും. പക്ഷേ അതിനകത്ത് പാസ്സാകുന്നവരുടെ എണ്ണം കൂടും. അപ്പൊ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ സമാധാനിക്കാം. 2026 പൊതുവെ ഈ ഒരു എന്താ പറയാ മുൻ വർഷങ്ങളിൽ ഉള്ള പെർസെന്റേജ്, അതായത് 88ന്റെ അടുത്തേക്കോ അല്ലെങ്കിൽ 86, 7 ആ ഒരു റേഞ്ചിലോട്ടൊക്കെ പോകാം. അപ്പൊ 2025 പോലെ അല്ലെങ്കിൽ 2024 പോലെ ഒന്നും ഫെയിലിയർ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അതിനകത്ത് എന്തായാലും, അത് മാത്രമല്ല വാല്യുവേഷൻ എന്ന് പറയുമ്പോഴേ മാത്സിന്റെ ഒക്കെ ആ ഒരു കീ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പല വീഡിയോസിലും നിങ്ങൾ അതിനകത്ത് മാത്സ് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ട് എന്ന് പറയുന്നതിന് എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം. പക്ഷെ മാത്സിന്റെ വാല്യുവേഷൻ നോക്കുമ്പോൾ അതിനകത്ത് ആൻസർ കീ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നല്ലോ. അത് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. അതിനകത്ത് മാർക്ക് കൊടുക്കാവുന്ന രീതിയിൽ തന്നെയായിരുന്നു. പക്ഷെ +1 അപേക്ഷിച്ച് അങ്ങനെ മാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ എന്നിരുന്നാലും വാല്യുവേഷൻ ഓരോ സ്റ്റെപ്പിനും ഒക്കെ മാർക്ക് ഉണ്ടായിരുന്നു. മാത്സിൽ അതിനകത്ത് കീ നോക്കിയാൽ മനസ്സിലാവും. അതുകൊണ്ട് വാല്യുവേഷൻ അങ്ങനെ ഡിഫിക്കൽട്ടാ എന്നുള്ളതൊന്നുമല്ല. ഒരു സ്കീം അതിനകത്ത് ഒരു ആൻസർ കീ ഉണ്ടായിരുന്നു. അതനുസരിച്ചുള്ള മാർക്ക് അതിനകത്ത് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ടൊന്നും നിങ്ങൾ വാല്യുവേഷൻ ലിബറൽ ആസ് യൂഷ്വൽ പോലെ തന്നെയായിരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് വാല്യുവേഷൻ കൊണ്ടൊന്നും മാർക്ക് കുറയുന്ന കാര്യങ്ങളൊന്നും സംഭവിക്കില്ല. നിങ്ങൾക്കുള്ളത് എപ്പോഴും അങ്ങനെ തന്നെയാണ്. ഒരു സ്കീം ഉണ്ടാവും. ആ സ്കീം അനുസരിച്ച് നിങ്ങൾക്ക് അതിനെ മാർക്ക് കിട്ടും എന്നുള്ളതാണ്. അപ്പൊ ഇനി അതിനകത്ത് പലരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ് ഡബിൾ വാല്യുവേഷൻ വരുന്നതുകൊണ്ട് മാർക്ക് കുറയുമോ എന്നുള്ളത്. അപ്പൊ അതുമായി ബന്ധപ്പെട്ട ഉടനെ തന്നെ ഞാൻ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾ ഇതുപോലെ ഇനിയിപ്പം +1ന്റെ ഇംപ്രൂവ്മെന്റിന്റെ റിസൾട്ട് ഇപ്പൊ മറ്റന്നാൾ വരാനിരിക്കാൻ 8-ാം തീയതി. അപ്പൊ അതിന്റെ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കണ്ട. ഒപ്പം തന്നെ ഇതിനകത്ത് ഇനിയിപ്പം മറ്റൊരു ചോദ്യം കൂടി ഉണ്ടായിരുന്നല്ലോ. അപ്പൊ 2026 എന്ത് ചെയ്യും? പാസ് പെർസെന്റേജ് കുറച്ച് കൂടും. അപ്പൊ നിങ്ങൾ സമാധാനമായിട്ടിരിക്കൂ. ഇനി ഡേറ്റിലോട്ട് വരുമ്പോൾ പൊതുവെ അതിനകത്ത് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി 25 എന്ന് പറഞ്ഞിരുന്നത് പിന്നെ 22 ആക്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനകത്ത് ഇപ്പോഴും അവര് ആ ഒരു +2ന്റെ കാര്യത്തിലെ 22 മുതൽ 25 എന്നുള്ള രീതിയിൽ തന്നെയാണ്. ചിലപ്പം 22 വരാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ്. 23, 24, 25 മാക്സിമം 25. അപ്പൊ ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ്. ഇപ്പം പണ്ട് പറഞ്ഞ പോലെ 22 തന്നെ ആകണമെന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും മന്ത്രിസഭാ കാര്യങ്ങളൊക്കെ മാറുമ്പോഴേ അതിന് മാറ്റമൊക്കെ വരാം. എന്തായാലും കൃത്യമായ അപ്ഡേറ്റ് അക്കാര്യങ്ങളിൽ +1 ഇംപ്രൂവ്മെന്റ് ആയിക്കോട്ടെ, +1ന്റെ റിസൾട്ട് ആയിക്കോട്ടെ, +2ന്റെ റിസൾട്ട് ആയിക്കോട്ടെ നമ്മുടെ ചാനലിൽ അതിനകത്ത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യും. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് മാത്രമല്ല ഇംപ്രൂവ്മെന്റിന്റെ ഒക്കെ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ഇംപ്രൂവ്മെന്റ് ഒക്കെ ഫെയിൽ ആയിട്ടുള്ളവരാണെങ്കിൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. നമ്മൾ വളരെ സിമ്പിൾ ആക്കിയിട്ട് നമ്മുടെ ബാച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് അടിപൊളിയാക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് സെറ്റ് ആക്കിയിട്ട് നിങ്ങൾ പേടിക്കണ്ടെന്നേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കാൻ മറക്കണം. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് എല്ലാം. താങ്ക്സ് ഫോർ വാച്ചിങ്.